വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലുള്ളൊരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ നെക്ക് ലൈനിൻ്റെ ഡിസൈനിങ്ങിൻ്റെ വീഡിയോ കാണാം. ഞാൻ ഈ ഒരു നെക്ക് ലൈനിൽ സെരി ത്രെഡ് ഉപയോഗിച്ചിട്ട് 3 ലൈൻ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആരി നീഡിൽ നമ്പർ 24ഉം സെയിം കളർ മെഷീൻ ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു ഔട്ട്ലൈനായിട്ട് ഞാനിവിടെ 2mm ഡൾ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് 2mm ബീഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ബീഡ് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് 2mm ബീഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വീണ്ടും അടുത്തൊരു ലൈൻ ചെയ്യാനായിട്ട്, അതായത് 2mm ബീഡ് ചെയ്തതിന് തൊട്ടടുത്തായിട്ട് വീണ്ടും ഒരു 3mm ബീഡ്സ് വെച്ചിട്ടൂടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരോ ബീഡ്സ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യുന്നത്. ഷുഗർ ബീഡ്സ് നമുക്ക് എപ്പോഴും 2 ബീഡ്സ് അല്ലെങ്കിൽ 3 ബീഡ്സ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ വലിയ ബീഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഓരോരോ ബീഡ്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഇത് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്, മൂവിങ് ആവാതിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 ലൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഒരു ബുട്ട വർക്കാണ്. അപ്പോൾ അതിനൊരു ഡ്രോയിങ് കൊടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലൊരു ചെറിയൊരു സർക്കിളാണ് വരച്ചു കൊടുക്കുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് അടുത്ത സർക്കിൾ വരയ്ക്കാം. ഡിസ്റ്റൻസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ച് അളന്നെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബീഡ്സിൻ്റെ എണ്ണം എടുത്തിട്ട് കൗണ്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സർക്കിൾ വരച്ചതിനകത്തൊരു ഫ്ലവർ ബുട്ടായാണ് ചെയ്യാൻ പോകുന്നത്. 3mm ബീഡ്സ് വെച്ചിട്ട് തന്നെ ചെറിയൊരു ഫ്ലവർ ഷേപ്പിൽ ഈ ഒരു ബീഡ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്ററിൽ ഒരു ബീഡ് കൊടുത്തിട്ട് അതിന് തൊട്ടടുത്തായിട്ട് ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഇതിന് ചുറ്റിലും ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബുട്ട നമുക്ക് കറക്റ്റ് ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ലൂസാവുന്നത് പോലെ ഇരിക്കും, അതായത് ഇങ്ങനെ ഇളകി വരുന്നത് പോലെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ലോക്ക് ചെയ്ത് എൻഡ് നോട്ട് കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് റൈസ് ബീഡ്സ് ആണ്, അതായത് അരിയുടെ ഷേപ്പിലിരിക്കുന്ന ബീഡ്സ് ആണ്. അതിൽ കുറച്ച് വലിയ സൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതിനെ ഇവിടെ ഒരു 3 ലീഫ് പോകുന്ന രീതിക്ക് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടൊരു പ്ലെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്, ഒരു ബീഡ് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബീഡ് നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ടിങ് സ്റ്റിച്ച് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാനത് നൂല് എക്സസ് ആയിട്ട് കാണുമെന്നുള്ളത് കൊണ്ട് സപ്പോർട്ടിങ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ എൻഡ് നോട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു നൂല് എക്സസ് ആയിട്ട് ഇങ്ങനെ പുറത്ത് കാണില്ല. ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ട് വേണം 3ാമത്തെ ബീഡ് സ്റ്റിച്ച് ചെയ്യാൻ. ഈ ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞ് സ്റ്റിച്ചാണ്, അതായത് നമ്മൾ വലിയ സ്റ്റിച്ച് എടുക്കുന്നതിന് പകരം കുഞ്ഞ് സ്റ്റിച്ച് എടുക്കുന്നതിനെയാണ് ലോക്ക് സ്റ്റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3ാമത്തെ ബീഡ് ഇതുപോലെ കോർത്തിട്ട് എൻഡ് നോട്ട്, അപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഇവിടെ എൻഡ് നോട്ട് വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ബുട്ട കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ റൗണ്ട് വരച്ചെടുത്തെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബീഡ്സ് എടുത്തിട്ടുണ്ട്, അതായത് 2mm ബീഡ്സിനെക്കാളും ചെറിയൊരു ബീഡാണ്. നമ്മൾ ഷുഗർ ബീഡിനെക്കാളും അല്പം കൂടി മാത്രമേ വലിപ്പമുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കാണുന്നിടത്ത് ഇങ്ങനെ എടുത്തിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബീഡ് 2mm ബീഡും ചെറിയ ബീഡുമായിട്ട് ഇങ്ങനെ 3 ആയിട്ടാണ് കോർത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബീഡ് സ്റ്റിച്ച് ചെയ്തിട്ട് 2 പ്ലെയിൻ സ്റ്റിച്ച് കൊടുക്കാം. 2 പ്ലെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് 3ാമത്തെ സ്റ്റിച്ച് എടുക്കുമ്പോഴത്തേക്കുമാണ് 2mm ബീഡ്സ് 2mm ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലോക്ക് എപ്പോഴും എല്ലാ ബീഡ്സിനും നമുക്ക് എൻഡ് നോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സെയിം മെഷീൻ ത്രെഡ്, അതായത് ബ്ലൗസിന് മാച്ചിങ് ആയിട്ടുള്ള മെഷീൻ ത്രെഡ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ കാണുന്ന ലൈൻ, ഈ ഒരു സ്റ്റിച്ച് നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു സെയിം കളർ ത്രെഡ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വർക്ക്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം.
അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.